എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികമായാൽ അമൃതും വിഷമാണ്. അത് എന്ത് കാര്യം തന്നെയാണ്, ആഹാരത്തിന്റെ കാര്യമാണേലും എന്ത് കാര്യത്തെക്കുറിച്ച് എടുത്താലും അതിൽ അതിര് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. സാധാരണക്കാരുടെ ഇടയിൽ അതിര് വിട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെങ്കിൽ ഈ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം എന്തായിരിക്കും? സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലോ അവരെ കുറിച്ചാണെങ്കിൽ ചർച്ചകൾ കൂടും, പുരോഗമിക്കും. അപ്പോൾ രണ്ട് തരത്തിലായിരിക്കും ആൾക്കാർ അതിനെ കാണുക. അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ വീഡിയോസ്, റീൽസ്, കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എന്നാൽ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യും ആൾക്കാർ. സപ്പോർട്ട് ചെയ്ത് വരാം, അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയാം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് രേണുസുതി. രേണുസുതിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണുസുതി. കൊല്ലം സുധി എന്ന വ്യക്തി ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. അതോടൊപ്പം പുള്ളി ഫ്ലവേഴ്സിലെ കോമഡി ഷോയിലും അതിന് ഏഷ്യാനെറ്റിലേക്ക് ഒരുപാട് കോമഡി പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ അവരുടെ കോമഡിയൊക്കെ ആയിട്ട് നിർത്താതെ ചിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കൊല്ലം സുധിയൊക്കെ എല്ലാവർക്കും പരിചയം. കൊല്ലം സുധി ഏറ്റവും കൂടുതൽ പ്രശസ്തനായതും ഈ കോമഡി മുഖേനയാണ്. അങ്ങനെ കൊല്ലം സുധിയോടുള്ള ഇഷ്ടം ആളുകൾക്ക് വർദ്ധിച്ചതും ഈ കോമഡിയോട് കൂടി തന്നെയാണ്. അപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് ആൾക്കാർക്ക് കൊല്ലം സുധി മരിച്ചു എന്നറിഞ്ഞത് എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ്. അതിനുശേഷം കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുതി ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിതത്തിൽ. ഒരുപാട് പേര് അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ലക്ഷ്മി നക്ഷത്ര അവരുടെ പ്രോഗ്രാമിൻ്റെ അവതാരകയൊക്കെ ആയിരുന്ന ലക്ഷ്മി നക്ഷത്രയൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ രേണുസുതിക്ക് കിട്ടി. അവർക്ക് വീടൊക്കെ കിട്ടി. അവരുടെ ജീവിതമൊക്കെ കുറച്ചൊക്കെ ഒരു മെച്ചപ്പെട്ടു എന്ന നിലയിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ രേണുസുതി ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അതൊരു സിനിമാ പാട്ടിൻ്റെ റിക്രിയേഷനുമായിട്ട് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം അഭിനയിച്ചു. അതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത്. അതിന് നെഗറ്റീവ് കമൻറ്റിൻ്റെ അഭിഷേകമായിരുന്നു. കാരണം ആ തരത്തിലുള്ള അഭിനയം ആരും പ്രതീക്ഷിച്ചില്ല രേണുവിൽ നിന്ന്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പം കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്നവരാണല്ല. അപ്പം എല്ലാവർക്കും ആ ഒരു തരത്തിലാണ് രേണുവിനോട് സ്നേഹം വരുന്നത്. ഇത് കൊല്ലം സുധിയോടുള്ള ഒരു സ്നേഹവും സഹതാപവും ആ ഒരു ഇഷ്ടമാണ് രേണുവിനോട് തോന്നിയത്. എന്നാൽ എന്തു പറ്റി? രേണു അതൊന്നും കാര്യമാക്കിയില്ല. സ്വന്തം ജീവിതം, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന തരത്തിലാണ് രേണു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ വസ്ത്രധാരണത്തെയും അവരുടെ ഇമോഷണൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള അഭിനയത്തെയൊക്കെ എല്ലാവരും ട്രോൾ ചെയ്യും, എല്ലാവരും അതോടൊപ്പം കളിയാക്കുകയൊക്കെ ചെയ്തു. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം വീണ്ടും റീൽസുകളും അതോടൊപ്പം ഷോർട്ട് ഫിലിമുകളും ഒക്കെ ധാരാളം ചെയ്തു രേണുസുതി. എന്നാൽ ഇപ്പോഴും ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ, അല്ലാതെ ഇവരുടെ ഈ അഭിനയത്തിൻ്റെ പേരിലൊക്കെ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് രേണുസുതി. ഇപ്പം ഇത്ര ആറ്റിറ്റ്യൂഡ് പാടുണ്ടോ, ഇത്ര അഹങ്കാരം പാടുണ്ടോ, നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വേഷവിധാനങ്ങൾ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേണു അടിപൊളിയായിട്ട് പറയാണ്, നിങ്ങൾ എന്നെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ, ഞാൻ അതിലും സുന്ദരമായ രീതി അല്ലെങ്കിൽ അതിലും മികച്ച രീതി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളൊക്കെ കാണും. ദുബായിലെ ഏതോ ഒരു പരസ്യത്തിന് വേണ്ടി അഭിനയിച്ച ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടും കണ്ടു. ഒരു സൈഡിൽ കൂടെ രേണുവിനെ എല്ലാവരും വിമർശിക്കുകയാണ്. എന്നാൽ രേണു ഇതൊന്നും നിർത്താനൊന്നും തയ്യാറല്ല. സർവാധികം ശക്തിയോടെ മുമ്പോട്ട് തന്നെ പോവാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് ഈ രേണുസുതിയും ഈ ദാസേട്ടൻ കോഴിക്കോടും കൂടെ ചേർന്ന് അവർ നടു റോട്ടിൽ ഒരു റീൽസ് ചെയ്തു. ആ റീലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. കാരണം പബ്ലിക്കിനെ ശല്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് റീലാണ് കാട്ടിക്കൂട്ടുന്നത്, എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റീലൊന്ന് കണ്ടു നോക്കാം. ഇതായിരുന്നു ചർച്ചയായി മാറിയ റീൽസ്. ഈ റീൽസിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, MVD ഇതൊന്നും കാണുന്നില്ലേ, ട്രാൻസ്പോർട്ട് ആൾക്കാരൊന്നും മിണ്ടാതിരിക്കുന്ന എന്താണ്, ഇവിടെ ഇവർ റോഡിൽ പെർമിഷൻ എടുത്തിട്ടാണോ ഇങ്ങനത്തെ കാട്ടിക്കൂട്ടൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്നു. അത് ശരിയാണ്, പബ്ലിക്കിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല ആരെയും റീലും കാര്യങ്ങളൊന്നും. അതൊക്കെ അവരവരുടെ കാര്യമാണ്. റീൽസ് ഇടുക, വീഡിയോ ഇടുക, അതൊക്കെ അവരവരുടെ കാര്യം. അത് മറ്റൊരാളെ ശല്യം ചെയ്യാതെ വേണം ചെയ്യാൻ. അതുപോലെ നടുറോട്ടിൽ കിടന്നിട്ടൊക്കെ ഈ മാരിയൊക്കെ ചെയ്യുന്നതിനോടൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. മന്ത്രി ഗണേഷ് കുമാർ ഇതിനെതിരെ പറഞ്ഞുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഈ ആർക്കും എന്ത് ഗോഷ്ഠിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. എന്ത് ഗോഷ്ഠിയും കാണിക്കാം എന്നൊന്നും കരുതണ്ട. കർക്കശമായിട്ടുള്ള നടപടി എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ കർക്കശമായ നടപടികൾ തന്നെ എടുക്കണം. കാരണം ഈ മാതിരിയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. റീൽസ് ഒക്കെ അവർക്ക് അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് പോയോ അല്ലെങ്കിൽ പെർമിഷൻ എടുത്തിട്ടോ എല്ലാം അതിന് വേണ്ടായ ട്രാഫിക്കിനെയൊക്കെ നിർത്തിയിട്ടോ ഒക്കെ ചെയ്യണം. പൊതുജനങ്ങളും പറയുന്നു ഇവരെന്തോ ഈ കാട്ടിക്കൂട്ടർ, ഇവരെന്താ ചെയ്യണേന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ വൈറലായി മാറിയപ്പോൾ എല്ലാവരുടെ ഇടയിൽ ചർച്ചയായി മാറിയപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു റീൽസ് എടുത്തത്, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്തത് എന്ന് പറയാനുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം.
ചങ്കര നമസ്കാരം. ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കിയെന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ചങ്കുകളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ദാസേട്ടൻ കോഴിക്കോട് അവരുടെ ചങ്കുകളോട് പറയാണ് ഇത് ഞങ്ങളുടെ അടുത്ത ഒരു ആൽബമാണ്, അതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നു. ഇത് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് തന്നെ. എല്ലാവരും ഷെയർ ചെയ്ത് കാണണം, എല്ലാവരും നിങ്ങളുടെ ആൽബം കാണണം എന്നതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടല്ലേ നിങ്ങളും അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെ അടിച്ചു പൊളിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, എല്ലാവരും കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ നിങ്ങളത് വീഡിയോ എടുത്തത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് അത് സീനാണ്, ഒരുത്തൻ വന്നിട്ട് ആയിരിക്കാം സീനായിരിക്കാം, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു സീനായിരിക്കാം. ഒരാൾ ബൈക്ക് വന്നിട്ട് എന്താണോ ഈ കാട്ടിക്കൂട്ടണേ എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് ഒരു സീനാണെന്ന് വിചാരിച്ചോളൂ, വിഷയമില്ല. സീനാണെങ്കിലും മറ്റു റോഡിൽ പോകുന്ന ആൾക്കാരും തടസ്സപ്പെടുത്തിക്കൊണ്ടല്ലേ നിങ്ങൾ അതുവരെ ചെയ്തേക്കുന്നേ, അതല്ലേ ആൾക്കാർ ചോദിച്ചോളൂ. അതല്ലാതെ നിങ്ങൾ എന്തുവാടെ ഈ കാണിക്കണേ എന്ന് ചോദിച്ച പോയിന്റിനെ വെച്ചിട്ടല്ലല്ലോ അവർ സംസാരിച്ചേക്കുന്നേ. നിങ്ങൾ ഗതാഗതത്തെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ നടുറോട്ടിൽ നിന്ന് ഇങ്ങനത്തെ പേക്കൂത്ത് കാണിക്കാവോ എന്ന് ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടു തരത്തിൽ അവർക്കും അപകടം. ആരും വിചാരിക്കുന്നില്ലല്ലോ പെട്ടെന്ന് റോഡിൽ ഇതുപോലൊരു സംഭവം നടക്കുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടാണോ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? അല്ല. അപ്പൊ അങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്ന് പെടുമ്പോൾ അങ്ങനത്തുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കണം. നിങ്ങൾ ഈ മാതിരി നടുറോട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടല്ലേ എന്നാണ് ആൾക്കാർ കമന്റിലൂടെ അറിയിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് പറയാണ് വെറുതെ അതിനകത്ത് കുറച്ച് ഭാഗം എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും പ്രസിദ്ധീകരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്തിട്ട് എല്ലാവരിലും എത്തിക്കുകയാണ്. അതിലൊരു ദുരുദ്ദേശവും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളിത് ഷെയർ ചെയ്യപ്പെടാനും എല്ലാവരും പബ്ലിക്കിൽ എത്താനും എല്ലാവരുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതല്ലേ, അല്ലാതൊന്നും അല്ലല്ലോ. അപ്പൊ ചർച്ച ചെയ്യപ്പെട്ടു, അപ്പം ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും പെട്ടു, പോലീസിന് വരെയാണ് അവർ ആൾക്കാർ ടാഗ് ചെയ്ത് ഈ വീഡിയോ അയച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു എന്നതാണ് പബ്ലിക്കിന് മനസ്സിലായത്. രേണു സുധിയുടെയും ദാസേട്ടൻ കോഴിക്കോടിന്റെ റീൽസുകളും വീഡിയോസുകളും എല്ലാം അടിപൊളി ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അവരുടെ ഈ റീലും അടിപൊളി ഹിറ്റായി, ഈ ഒരു വീഡിയോയും സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം പോലീസും ഒപ്പം പൊക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.